ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള കുറേ കലാപരിപാടികളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് രാവിലെ മഴ ആയതുകൊണ്ട് പുറത്തൊക്കെ അത്ര വെളിച്ചമൊന്നുമില്ല, ഒന്ന് ഇരുണ്ട് തന്നെയാണ് കിടക്കുന്നത്. കുറച്ച് സമാധാനമായിട്ടിരുന്ന് റിലാക്സ് ചെയ്ത് ജോലിയൊക്കെ തുടങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിലും നമ്മുടെ ഇവിടുത്തെ സാഹചര്യം വെച്ച് അതിന് നടക്കാറില്ല. തലേന്ന് രാത്രി അരി തിളപ്പിച്ച് ഇൻഡക്ഷനിൽ ഇറക്കി വയ്ക്കും. അത് പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ തിളപ്പിച്ചിട്ടാണ് നമ്മൾ വാർക്കുന്നത്. പിന്നെ ഇന്ന് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ചെൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ പിറക്കി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ചോറ് തിളച്ചായിരുന്നു. ഇന്നൊരു പച്ചക്കായ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. രാത്രി തന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണ് ഒക്കെ അരിഞ്ഞു തരുന്നത്. മിക്കവാറും ഞാൻ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മ പിറ്റേന്നത്തേക്ക് വേണ്ടതൊക്കെ അരിഞ്ഞു വെക്കും. പിറ്റേന്ന് ആരാണോ രാവിലെ എഴുന്നേൽക്കുന്നത് അവരോരോന്നോരോന്ന് ഇതുപോലെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് പുറത്ത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട്. മക്കൾക്കുള്ള ദോശ അതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഞാൻ കഴുകി കുക്കറിലാക്കി വെക്കുന്നുണ്ട്. തീ കൂടിയ അടുപ്പിലേക്ക് ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ട് കുറഞ്ഞ അടുപ്പിലേക്ക് ആ മെഴുക്ക് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചായിരുന്നു. ഇന്നിപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇഞ്ചി ഇട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ മക്കൾ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ ഫ്രണ്ട് ഡോർ തുറക്കാൻ പോയി. ഇപ്പോഴും നല്ല മഴയാണ്. കണ്ടില്ലേ, മുറ്റം ആകെ കുളമായിട്ട് കിടക്കുക. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ മക്കളെ സ്കൂളിലേക്ക് വിടാൻ പോലും പേടിയാണ്. കാരണം ഈ മഴയും തണുപ്പും കൊണ്ട് ഇപ്പോൾ വലിയൊരു പനി എല്ലാവർക്കും കഴിഞ്ഞതേ ഉള്ളൂ. രാവിലെ ഇങ്ങനെ അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. ഇനിയും ബാക്കി ജോലി കിടക്കല്ലേ. ഇത് അടുക്കള വാതിൽ തുറന്നാൽ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരെ പാടം കാണാൻ പറ്റും. ഇനിയാണ് ശരിക്കുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നത്. മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആളാണ്. അവൻ രാവിലെ തന്നെ ഓരോരോ പരാതിയുമായിട്ടാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. മോന് രാവിലെ ചെറിയ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത്. അവനത് പരാതിയൊന്നുമില്ലാതെ കുടിച്ചോളും. ഇഞ്ചിയും പനിക്കൂർക്കയും ഒക്കെ ഇട്ടുള്ള വെള്ളം കൊടുത്താലും എപ്പോഴും കഫക്കെട്ടും പനിയും ഉണ്ടാകും. അതാണൊരു വിഷമം. അമ്മയുടെ റൂമിലെ അവന് കോട്ടെടുത്ത് കൊടുക്കണമെന്നായി പറയുന്നത്. അതായത് എൻ്റെ വീട് ഇടുക്കിയിലാണ്. അവിടെ പോയപ്പോൾ സ്വെറ്റർ മേടിച്ചായിരുന്നു ഡിസംബറിൽ പോയപ്പോൾ. അത് ഇപ്പോൾ മഴയും തണുപ്പും ആയതുകൊണ്ട് അവനിടാൻ കൊടുക്കണം. ഞാനതെടുത്ത് മടക്കി ഒരു ബാഗിലാക്കി ബെർത്തിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ റൂമിൻ്റെ മേളിൽ നിന്ന് അതെടുത്ത് താ എന്നാവൻ പറയുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇത് തന്നെയാണ് പറച്ചിൽ. ഞാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെ അമ്മയ്ക്ക് എടുക്കാനൊന്നും പോകാൻ പറ്റത്തില്ല, കുറച്ച് സമയം കഴിഞ്ഞ് അമ്മ വൈകുന്നേരം എടുത്ത് വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തിയതാണ്. സ്കൂളുണ്ടോ, പോകണോ? ഞാൻ കടലക്കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കായിരുന്നു. അപ്പോൾ അവൻ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മോളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരണം. അതാണ് കുറച്ച് ടാസ്ക്. മോളെ എടുത്തുകൊണ്ട് വന്നു. അവൾക്ക് എഴുന്നേൽക്കുമ്പം തന്നെ പാല് കുടിക്കണം. അതാണ് രണ്ടാമത്തെ ആളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവന് വെള്ളം കൊടുത്താലും മതി, ചെറിയ ചൂടുവെള്ളം കുടിച്ചോളും. പക്ഷെ മോൾക്ക് എത്ര ശ്രമിച്ചിട്ടും അവൾ രാവിലെ വെള്ളം കുടിക്കാൻ തയ്യാറാവത്തേ ഇല്ല. അത് വഴക്കാണ്. പിന്നെ കുറച്ച് വെള്ളം നീട്ടിയൊക്കെ ഞാൻ പാലങ്ങ് കൊടുക്കും. മോളുടെ ബെൽറ്റ് കാണാതെ പോയിട്ടുണ്ട്. അവൾ തലേദിവസം സ്കൂളിൽ ഊരിപ്പോയി എന്ന് ഇറങ്ങി എണീറ്റ് വന്നപ്പോഴാണ് പറയുന്നത്. ഇവർ തന്നെയൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേദിവസം എല്ലാം ഊരി മാറ്റിയപ്പോൾ ബെൽറ്റ് കൊണ്ടുവന്ന് രണ്ടുപേരും കവറിലിട്ട് വെക്കാൻ പറഞ്ഞ് വിട്ടു. മോൾ അതിൽ വെച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോൾ രാവിലെയാണ് പറയുന്നത് എൻ്റെ ബെൽറ്റ് കാണുന്നില്ല, അത് സ്കൂളിൽ എവിടെയോ ഊരിപ്പോയി എന്നാണ് പറഞ്ഞത്.
കുറേ സമയം വെച്ചിട്ടും കടലക്കറിയിൽ നിന്ന് വിസിൽ വരുന്നില്ല. ആ കുക്കറിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനത് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് വെന്തോന്ന് നോക്കുകയാണ്. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പുറത്ത് മക്കളെ രണ്ടുപേരെയും പല്ലൊക്കെ തേപ്പിക്കുന്നുണ്ട്. ഇനി ദോശ ഉണ്ടാക്കണം, കടലക്കറി ഒന്ന് താളിക്കുകയും വേണം. 8 മണിയാകുമ്പോൾ മൂത്ത ആൾക്ക് പോകണം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങണം. ദോശമാവ് കുറച്ചേ ഇരിപ്പുള്ളൂ. അതുകൊണ്ട് മക്കൾക്കുള്ള ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പഴം ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് പുട്ട് കഴിക്കുന്നത് ഇഷ്ടമുള്ളൂ. രണ്ടിനും കൂടെ കഴിക്കാവുന്ന രീതിയിലാണ് ഇന്ന് കടലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ദോശയ്ക്ക് സാധാരണ സാമ്പാറാണ് വയ്ക്കുന്നത്. കടലയ്ക്ക് താളിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയിട്ട് സവാളയും വഴറ്റിയിട്ട് കടല ഒഴിച്ച് സാധാരണ തേങ്ങയൊന്നും അരയ്ക്കാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചൂടാണ് അതോ ഇത് തണുപ്പാണോ? ചൂട്. ഇത് തണുപ്പാണോ? ഇതിലിതും പോയില്ല. അമ്മയുടെ കൈ പുകയുന്നോ? ഞാനിത് പൊക്കട്ടെ. വേണ്ട, ഇച്ചിരി കൂടെ വേണം. അപ്പം മുട്ട നോക്കി ഇത് ഈ സിസ്റ്റം മതി. ഇത് മതി. ഇത് മതി. ഇത് മതി അമ്മ, ഇത് മതി. ഇത് കണ്ടോ ബാലി? ഇത് കണ്ടോ ബാലി? ഇത് ഇത് വയറ്, ഇത് വയറ്, ഇത് കണ്ണും, ഇത് വായും, ഇത് മൂക്കും, ഇത് എന്നാ നിനക്ക് പാവദോശ, എനിക്ക് പൂവദോശ. എനിക്കല്ല മോൾ കൊടുത്ത്. എനിക്ക് പൂവ ഇഷ്ടം അമ്മ. എനിക്ക് പാവ ചുമ്മാ വേന. ഇവന് പാവ ഇഷ്ടം, പക്ഷെ എനിക്ക് പൂവ ഇഷ്ടം. അപ്പോൾ മോള് എൻ്റെ കൂടെ നിന്ന് ദോശ ഉണ്ടാക്കുമായിരുന്നു. അവൾ പാവദോശയാണ്, നിനക്ക് പൂദോശ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വഴക്കൊക്കെ ഇട്ട് കഴിക്കുകയാണിപ്പോൾ. ഇന്ന് അമ്മയാണ് അവരുടെ ലഞ്ച് ബോക്സിലേക്കുള്ള ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം ചൂടാക്കി അവരെ മേലൊക്കെ ഒന്ന് കഴിയിപ്പിക്കണം. മൂത്ത മോൻ സ്കൂളിലേക്ക് ഇപ്പം പോയി കഴിഞ്ഞു. ഹസ്ബൻഡ് അവനെ രാവിലെ കൊണ്ട് വിടും 8 മണിയാകുമ്പോൾ. ഇനി ഇവർ രണ്ടുപേരും 9 ആകുമ്പോൾ പോവും. പിന്നെ അടുത്ത വണ്ടി ജോലിക്ക് പോകുന്നത് 9:30 ആകുമ്പോഴാണ്. ഇങ്ങനെ 4 പേരാണ് ഇവിടുന്ന് രാവിലെ പോകുന്നത്. ഈ സമയമായപ്പോൾ അവർ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അച്ഛൻ അവരെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. ഞാൻ ലഞ്ച് ബോക്സൊക്കെ ബാഗിലാക്കി വെക്കുന്നുണ്ട്. മോക്ക് കൊണ്ടുപോകാനായിട്ട് തൈരായിരുന്നു വേണ്ടത്. തലേദിവസം പറഞ്ഞു എനിക്ക് തൈര് വേണ്ട, ഇഷ്ടമല്ലാന്ന്. ഇന്ന് രാവിലെ പറഞ്ഞു എനിക്ക് തൈര് മതിയെന്ന്. അതാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പോയത്, വെച്ചിട്ടുണ്ടോ എന്ന്. ഇതായപ്പോൾ രണ്ടുപേരും റെഡിയായി ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എന്താ ചിരി, രാവിലത്തെ ബഹളം കണ്ടു കഴിഞ്ഞാൽ ഇന്നെങ്ങും ഇവർ ഒരുങ്ങി പോകുമെന്ന് തോന്നത്തില്ല, അതുപോലെയാണ് ബഹളം വെക്കുന്നത്. മക്കളിപ്പോൾ പോയി കഴിഞ്ഞു. 2-3 ഉണക്കമീൻ ഇരുന്നത് ഞാൻ എനിക്ക് വേണ്ടി ഉച്ചക്കത്തേക്കൊന്ന് ആക്കി വെക്കുകയാണ്. ഹസ്ബൻഡിനപ്പോൾ മീൻ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓംലെറ്റ് ആക്കി ചോറ് വിളമ്പി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ചോറ് വിളമ്പാനായിട്ട് കുറച്ച് താമസിച്ചു. ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെഴുക്ക് പുരട്ടിയും ഓംലെറ്റും ചമ്മന്തിയും പിന്നെ മോരുമാണ് ഇന്ന് കൊണ്ടുപോകാനായിട്ടുള്ളത്. പെട്ടെന്ന് ഞാൻ ചായ എടുക്കുകയാണ്. രാവിലെ പറഞ്ഞല്ലോ മക്കൾക്ക് ദോശയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്കുള്ളത് പുട്ടും കടലക്കറിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പിന്നെ പെട്ടെന്ന് കഴിക്കണം. ഈ സമയത്ത് ഇരിക്കുവാണെങ്കിൽ ഹസ്ബൻഡ് പെട്ടെന്ന് പോകാനുള്ള ധൃതിക്ക് വേഗം കഴിച്ചിട്ട് പോകും. അപ്പോൾ എനിക്കൊരു സമാധാനത്തിലിരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ കൂടെ ഇരുന്ന് കഴിച്ചില്ല. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് പാത്രങ്ങൾ കുറച്ചുള്ളതും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ട് സമാധാനത്തിലിരുന്ന് കഴിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം ഇരുന്ന് കഴിക്കണം രാവിലെ. ഇപ്പോഴാണല്ലോ ഒന്നിരിക്കുന്നത്. അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ കഴിക്കാൻ പറ്റാറുള്ളൂ. വയ്യായികയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയും മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അങ്ങ് കഴിക്കും. ഇനിയിപ്പോൾ ഇവിടെയെല്ലാം ഒന്ന് തൂത്ത് തുടച്ചാലും നമ്മൾ അടുക്കള മാത്രമുള്ള പണിയേ കഴിയുള്ളൂ. ബാക്കി ഇനി തൂക്കാനും തുടയ്ക്കാനും തുണികൾ കഴുകാനും ഒക്കെ ബാക്കി ജോലി ഉണ്ടാവും. വീണ്ടും 3 മണിയാകുമ്പോഴേക്കും അവരെല്ലാവരും സ്കൂളിൽ നിന്ന് വരും. അവർക്ക് 3 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിലുള്ള സമയം 3 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ചെയ്ത് തീർക്കണം. ഇപ്പം എഡിറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിലും വീഡിയോ എന്തെങ്കിലും എടുക്കണമെങ്കിലും ഒക്കെ ഇതിന് മുമ്പുള്ള സമയത്താണ് ചെയ്യുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്